ഹലോ, എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന വീട് എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്തായിട്ട് പുക്കാട്ടുപടിയിൽ വരുന്ന 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറഞ്ഞ വിലയുടെ ഒരു വീടാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് ഒരു 150 മീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും, ആലുവ ടൗണിലേക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. ഒരേ സമയം നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ വീട്ടിൽ കിട്ടുന്നത്. മുറ്റം ഫ്ലോറിങ്ങിന് ബാംഗ്ലൂർ സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു എലിവേഷനാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ഈ ഭാഗത്തെല്ലാം മനോഹരമായിട്ട് LED ലൈറ്റും ടെക്സ്ചർ ഡിസൈൻ കൊടുത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6ഓളം കസേരകളൊക്കെ ഇടാൻ സാധിക്കുന്ന വലിയ സിറ്റ് ഔട്ടാണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കിണർ വെള്ളമാണ്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. പൂർണ്ണമായും വാസ്തു നിയമപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ളൊരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ആഞ്ഞിലി മഹാഗണി മരങ്ങളാണ് മരത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ്. സീലിംഗിൽ പ്രൊഫൈൽ LED ലൈറ്റുകളും ജിപ്സം സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് വലിയൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള വിസിറ്റിംഗ് ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോർ ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിസിറ്റിംഗ് ഹാളിൽ നിന്ന് നമ്മൾ അടുത്ത് പ്രവേശിക്കുന്നത് ഈ വീടിനെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് സ്പേസിലേക്കാണ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സൈഡിലായിട്ട് ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അടിയിൽ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം അതും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിലെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഈ ബെഡ്റൂമും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത്. വലിയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് 2100 സ്ക്വയർ ഫീറ്റ്, 4.100 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. വലിയ ഒരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെറയുടെയും ജാഗറിൻ്റെയും ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെയും വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത്. താഴത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും വലിയ ബെഡ്റൂമുകളാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന വീടുകളിലെല്ലാം ഒരു ബെഡ്റൂം ചെറുതായിരിക്കും. ഈ വീട്ടിലെ 2 ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് കിട്ടുന്നത്. കൂടാതെ സൈഡിലായിട്ട് വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാത്റൂമാണ്. ഇവിടെ ഒരു വലിയ ബാത്റൂമാണ് കിട്ടുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമിൻ്റെയും ബാത്റൂം വലിയ ബാത്റൂമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ ഗ്രിപ്പുള്ള ടൈലുകളാണ് ഫ്ലോറിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശാലമായിട്ടുള്ള വർക്ക് ഏരിയയാണ്. വളരെ വലിയ വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന വീട്ടിലെല്ലാം ചെറിയ വർക്ക് ഏരിയ ആയിരിക്കും. പക്ഷേ ഈ വീടിൻ്റെ വർക്ക് ഏരിയ എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ വിശാലമായിട്ടുള്ള വർക്ക് ഏരിയയാണ്. ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള പോയിന്റും കാര്യങ്ങളും എല്ലാം അതും ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിൽ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ അവിടെയും വെക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ്. സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്റ്റെപ്പിൻ്റെ കൈവരി വരുന്നത് സ്റ്റെയിൻലെസ് സ്ക്വയർ ട്യൂബിലാണ് വരുന്നത്. മുകളിലത്തെ സ്റ്റെയർ റൂമൊക്കെ വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ സീലിംഗ് എല്ലാം ഒരുക്കിയിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. വളരെ വലിയൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും സീലിംഗിൽ LED ലൈറ്റുകളും കൊടുത്ത് മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോയുടെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം അതും നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം. താഴെ കണ്ട മാതിരി വലിയ ബെഡ്റൂമാണ് നമുക്ക് മുകളിൽ ഇവിടെ കിട്ടുന്നത്. ഇവിടെയും സീലിംഗ് ഒക്കെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 4 ഡ്രോറിൻ്റെയാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. വളരെ വലിയ ബാത്റൂമാണ്. സെറയുടെയും ജാഗറിൻ്റെയാണ് ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2ാമത്തെ ബെഡ്റൂമാണ്.
ഈ വീടിൻ്റെ 4 ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെയും സീലിങ്ങിലെല്ലാം മനോഹരമായിട്ടാണ് LED ലൈറ്റുകൾ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലും വാർഡ്രോബ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിനി ബാത്റൂം ഒന്ന് കാണാം. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ആലുവയിലേക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ യൂട്ടിലിറ്റി ഏരിയയാണ്. മുകളിലത്തെ ഹാളിൽ നിന്ന് പുറത്തേക്ക് വലിയൊരു ബാൽക്കണിയും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ വീടിൻ്റെ വിലയുടെ ഭാഗത്തേക്ക് വരുന്നതാണെങ്കിൽ ഈ വീടിന് എൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില 79 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ. നമുക്ക് ബസ് റൂട്ടിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. വീട് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.